ബഹുമാനപ്പെട്ട സിസ്റ്റർ ബ്ലസ്സി പീറ്റർ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോളി ജോസ്, ഏറെ പ്രിയങ്കരനായ വികാരിച്ച ബഹുമാനപ്പെട്ട പോൾ മുഞ്ഞാലിച്ച, എമർജിങ് യങ് സ്റ്റാർ ബഹുമാനപ്പെട്ട കിച്ചു സാർ, ആശംസകൾ അർപ്പിക്കുന്ന സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ എൽസി പോൾ, ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസ്സി ജോയ്, PTA പ്രസിഡന്റ് ശ്രീ ബിനു ആന്റണി, നന്ദി പ്രകാശിപ്പിക്കുന്ന മഞ്ജു സോമൻ, ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ പുഞ്ചിരിച്ച മുഖമായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഏറെ പ്രിയങ്കരയായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. എനിക്കറിയാം ഈ വേദി മുഴുവൻ അറിയാം കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ, ഇല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ആദ്യത്തെ സമയത്ത് നിങ്ങൾ വരില്ല, കാരണം എന്തുകൊണ്ടാണ്? മടുപ്പിക്കുന്ന പ്രസംഗങ്ങളും അങ്ങനെ എങ്ങനെയാവും അല്ല. നിങ്ങൾ പാരൻസൊക്കെ ഇറങ്ങാൻ നേരത്ത് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. കുറേ വെറുപ്പിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കഴിയാൻ നേരത്തെ നിങ്ങൾ കളറാവും. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവിടെ എൻ്റെ വാക്കുകൾക്ക് അത്ര പ്രസക്തി ഇല്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സമയത്ത്. ഒരു ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാൻ അവിടെ. നമുക്ക് ചില ഇടങ്ങളിൽ നമുക്ക് ചെല്ലാൻ നേരത്ത് ക്ഷീണിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലെങ്കിലും നമുക്ക് വല്ലാണ്ട് ഒരു ആ ക്ഷീണം പെട്ടെന്ന് മാറും. അങ്ങനത്തെ ഒരു, കാരണം ഞാൻ ചേർത്തല ഭാഗത്തുനിന്ന് വരുന്നത്, ഡ്രൈവ് ചെയ്ത് വന്ന ഒരു ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. വനട്ട് വികാരിച്ചിന് ഒരു ചായയൊക്കെ തന്ന് ഇവിടെയും വന്ന് ചായ കുടിച്ച് അതൊക്കെ. അതല്ലാതെ തന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബുണ്ട് ചില ഇടങ്ങളിൽ. ചില വീട്ടിൽ പോകാൻ നേരത്തെ അങ്ങനെയല്ലേ, നമ്മൾ ചില വീട്ടിൽ പോയാൽ നമുക്ക് പിന്നെയും പോകാൻ തോന്നും. വനട്ട് മണാളച്ചനാണ്. ചില വീട്ടിൽ പോയാൽ പിന്നെയും പോകാൻ തോന്നും. അത് ആ വീടിന്റെ വലിപ്പമൊന്നുമല്ല, ആ വീടിനുള്ളിലിരിക്കുന്നവരുടെ ഒരു ചെറിയ സ്നേഹവും കരുതലൊക്കെയാണ്. ചില വീട്ടിൽ പോയാൽ പിന്നെ നമ്മൾ ആ ജില്ലയിലേക്ക് പോവുകയല്ലേ, ശരിയല്ലേ? അതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വരാൻ നേരത്തെ എന്തോ ഒരു എല്ലാത്തിലും ഒരു പോസിറ്റീവ് ആണ്. ചുമ്മാ തള്ളുന്നതല്ല, ഒത്തിരി സന്തോഷമേ ഉള്ളൂ. നമ്മൾ ക്രിസ്മസ് ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദേശമായിട്ട് ഒരു ഇച്ചിരി വെറുപ്പിക്കണം. നിങ്ങൾ കൈ പൊക്കിയാൽ മതി കേട്ടോ, മതി എന്നൊക്കെ പറഞ്ഞ് പൊക്കിയാൽ മതി. ഇപ്പോഴേ പൊക്കണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്കറിയാം, ഞാൻ പട്ടം കഴിഞ്ഞ് കൊച്ചച്ഛനായിട്ട് ആദ്യം ചെല്ലുന്നത് മലയാറ്റൂർ നീലീശ്വരത്തെ ഞങ്ങളുടെ കൊവന്തലാണ്. വേറോട്ടെ ജോയി ഊരതച്ഛനാണ് എൻ്റെ വികാരിച്ചത്. ഞാനവിടെ ഇങ്ങനെ കൊച്ചച്ഛനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്ത് ഉള്ളൊരു സ്കൂള്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ തന്നെ ഒരു സ്കൂളാണ്. അവരുടെ നേഴ്സറിയിലെ ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. ആ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഗസ്റ്റായിട്ട് വിളിച്ചത് എൻ്റെ വികാരിച്ചിനാണ് വിളിച്ചേക്കണം. വികാരിച്ചിൻ്റെ കൂടെ ഞാനും ഒന്ന് പോയി. അച്ഛൻ്റെ മനോഹരമായ സന്ദേശം എല്ലാം കഴിഞ്ഞ് അച്ഛൻ പോകാൻ നേരത്ത് കുറച്ച് പിള്ളേരുടെ പരിപാടിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങനെ സമയമായില്ല സിസ്റ്റർ ഞങ്ങൾ പൊക്കോട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ബഹുമാനമായിട്ട് സിസ്റ്റേഴ്സ് വന്ന് പറഞ്ഞു, പോകല്ലേ, ഒരു ഐറ്റം കൂടിയുണ്ട്, ക്രിസ്മസ് ആണ്, അതൊരു മനോഹരമായിട്ടുള്ളൊരു ഐറ്റം. കുട്ടികൾ ഒരു മാസമായിട്ട് തയ്യാറാക്കി ഒരു ക്രിബ്, ഒരു നാടകമാണ്, ക്രിബാണ്, അതുകൂടി കണ്ടിട്ട് പോകണം, അല്ലെങ്കിൽ പിള്ളേർക്ക് കൊച്ചുകുട്ടികൾക്ക് സങ്കടമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. ഇങ്ങനെ സ്റ്റേജ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്പൺ, അങ്ങനെയല്ല, സ്റ്റേജ് പോലെ തന്നെ വലിയ സ്റ്റേജൊക്കെയാണ്. സ്റ്റേജ് തുറക്കുമ്പോൾ തന്നെ പിള്ളേരുടെ നാടകം ഇങ്ങനെയാണ്. സ്റ്റേജ് തുറക്കുമ്പോൾ തന്നെ നല്ല കൈഡിയാണ്. സ്റ്റേജിൻ്റെ അകത്തിൽ രംഗം ഇങ്ങനെയാണ്, 3 സത്രമുണ്ട്, അറ്റത്തൊരു തൊഴുത്തുണ്ട്. സംഭവം നമുക്കറിയാവുന്ന ഈശോയുടെ ജനനത്തെ പറ്റിയാണ്. ഔസേപ്പ് മാതാവും ഇങ്ങനെ ഗർഭിണിയായ മാതാവുമായിട്ട് ഇങ്ങനെ വരുന്നു. ആദ്യത്തെ സത്രത്തിൽ ചെല്ലുന്നു, രണ്ടാമത്തെ സത്രത്തിൽ ചെല്ലുന്നു. അവിടെയുള്ള ഓരോ കിങ്കരന്മാർ പറയും ഇല്ല, സ്ഥലമില്ല എന്ന് പറയുന്നു. അവസാനം തൊഴുത്തിലെത്തുന്നു, ഉണ്ണീശയ്ക്ക് ജന്മം നൽകുന്നു. നമുക്കറിയാമല്ലോ അങ്ങനെ. അപ്പൊ നാടകം തുടങ്ങിയാണ്. അപ്പൊ ഈ ഉണ്ണീശയ്ക്ക് ജന്മം നൽകുന്ന സമയത്ത് ഇങ്ങനെ മാലാഖമാരൊക്കെ ഇറങ്ങി വരും. കാരണം ആ സ്റ്റേജിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിൽ അവർ നിൽപ്പുണ്ട്. ആ സമയത്ത് ഇങ്ങനെ പറന്നിറങ്ങി വരും. ഭയങ്കര സ്പെഷ്യൽ എഫക്റ്റൊക്കെ. LKG കുട്ടികളാണ്, LKG UKG കുട്ടികളാണ്, കൊച്ചു കുട്ടികൾ. 1 മാസത്തെ പ്രാക്ടീസ് ഒക്കെ. ഒറ്റ ഡയലോഗൊക്കെ ഉണ്ടാവുള്ളൂ. സത്രത്തിന്റെ കിങ്കറിന്റെ ഡയലോഗ് ഇതൊക്കെ ഉള്ളൂ. ഈ സത്രത്തിൽ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ കാണാതെ കുറെ നാളായിട്ട് പഠിച്ച ഡയലോഗ്. നാടകം തുടങ്ങുന്നു. 3 സത്രം, തൊഴുത്ത്, ഔസപിതാവും മാതാവും വരികയാണ്. കഴുതപ്പുറത്ത് മാതാവ് ഇങ്ങനെ വരികയാണ്. ഔസപിതാവിനെ കൈ പിടിച്ചിട്ടുണ്ട്. വന്നിട്ടിങ്ങനെ ഔസപിതാവ് ആദ്യത്തെ സത്രത്തിന്റെ അവിടെ എത്തിയിട്ട് സത്രം കിങ്കരനോട് ചോദിക്കും, എൻ്റെ ഭാര്യ മറിയം ഗർഭിണിയാണ്,
ഈ സത്രത്തിൽ അവൾക്ക് പ്രസവിക്കാൻ സ്ഥലമുണ്ടോ? അപ്പോൾ അവൻ 1 മാസമായിട്ട് പഠിച്ച അവൻ ഇങ്ങനെ കൊച്ചു പയ്യനാണ്, LKG, കുമ്പം മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയും, കല്ലിപ്പോടെ പറയും, ഇല്ല ഇവിടെ സ്ഥലമില്ല എന്ന് പറയും. ഉടനെ തന്നെ സങ്കടത്തോടെ 2ാമത്തെ സത്രത്തിലേക്ക് ഔസപിതാവും മാതാവും കൂടി ഇങ്ങനെ കഴുതപ്പുറത്ത് പോവുകയാണ്. 2ാമത്തെ സത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രശ്നം പറ്റി. ഈ ഔസപിതാവ് കയറി നമ്മുടെ കഴുതയുടെ കാലിൽ കയറി ചവിട്ടി. കഴുതയായിട്ട് നിൽക്കുന്നതും ഒരു കൊച്ചു പയ്യനാണ്. അവനിങ്ങനെ 2 ഇങ്ങനെ നിന്നിട്ട് അവനെയാണ് കഴുതയായിട്ട് ഉള്ളതിൽ സൈസായിട്ടുള്ളൊരുത്തൻ. അവന്റെ പുറത്താണ് മാതാവ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ കാലിക്കറി ഔസപിതാവ് ചവിട്ടിയ സമയത്ത് കഴുതപ്പുറത്തിരുന്ന അല്ലെങ്കിൽ പയ്യന്റെ പുറത്തിരുന്ന മാതാവ് ഇടറി വീണു. ഗർഭിണിയായ മാതാവ് വീണു. മാതാവ് എഴുന്നേറ്റപ്പോൾ ഒരു പ്രശ്നം പറ്റി. ഈ മാതാവിന്റെ ഈ ഗർഭം വെച്ചിരിക്കുന്ന ഒരു പാത്രമാണത്. പക്ഷെ ഇവിടുത്തെ അവിടെ വള്ളിപ്പോയി. അപ്പോൾ ഗർഭം ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ പോകാൻ ആകെ പ്രശ്നമായി. മാതാവിനാണെങ്കിൽ സങ്കടവും വരുന്നുണ്ട്. എല്ലാവരും കൂടി അങ്ങോട്ട് ഒരു നാടകം എന്തെങ്കിലും ഒരു പരിപാടി കൊള്ളാകുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. എല്ലാവരും കൂടി ആകെ വിഷമം. ഇങ്ങനെ പിന്നെ ആ കഴുതപ്പുറത്ത് കയറി ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര അവസ്ഥ. ഒരു കൊച്ചു മാതാവ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാതാവ്. അവിടെ 2ാമത്തെ സത്രത്തിലേക്ക് പോവുകയാണ്. 2ാമത്തെ സത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഉടനെ ചോദിക്കുകയാണ്, 2ാമത്തെ കിങ്കറിന് അങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഈ സത്രത്തിൽ പ്രസവിക്കാൻ അവൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവന് 1 മാസം കാണാൻ പിടിച്ച ഡയലോഗ് പറയുന്നില്ല, ഇവിടെ സ്ഥലമില്ല എന്ന് പറയും. 3ാമത്തെ സത്രത്തിലേക്ക് പോവുകയാണ്. 3ാമത്തെ സത്രത്തിൽ ഒരു പ്രശ്നമുണ്ട്. 3ാമത്തെ സത്രത്തിന്റെ കിങ്കറിനായിട്ട് സൂക്ഷിപ്പുകാരനായിട്ട് നിൽക്കുന്നത് ഈ മാതാവായിട്ട് അഭിനയിക്കുന്ന കൊച്ചു കുഞ്ഞിന്റെ പെങ്കൊച്ചിന്റെ ആങ്ങളച്ചക്കനാണ്. അവനാണ് മീശയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അവനിങ്ങനെ ഭയങ്കര കലിപ്പ് നോട്ടത്തിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. മാതാവ് ഔസപിതാവ് വന്നിട്ട് ഇങ്ങനെ പഴയ ഡയലോഗ് തന്നെ ഔസപിതാവ് പറയുന്നത്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഈ സത്രത്തിൽ സ്ഥലമുണ്ടോ? കാരണം അവൻ പഠിച്ച ഡയലോഗ് കൃത്യമായിട്ട് പറയും, ഇല്ല ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവസാന തൊഴുത്തിലേക്ക് പ്രസവിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ സമയത്ത് കുഞ്ഞിപ്പെങ്ങളുണ്ടല്ലോ മാതാവ് വല്ലാണ്ട് ദയനീയമായിട്ട് ആങ്ങളച്ചക്കനെ നോക്കി, സങ്കടത്തോടെ നോക്കി. ഇവന് സഹിക്കാൻ പറ്റില്ല, ശങ്ക് പൊട്ടിപ്പോയി. അങ്ങോട്ട് തൊഴുത്തിലേക്ക് പോകുന്ന ഉടനെ എന്നെ കുറച്ചിങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തൊഴുത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവൻ കുറേ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഉടനെ ഇവളുടെ കൈ കയറി പിടിച്ചു, മാതാവിൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, സത്രത്തിൽ സ്ഥലമില്ലെങ്കിലും സ്റ്റേജിന് പുറകെ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. സംഭവം പറയുമ്പോൾ നാടകം കൊള്ളായി, മൊത്തം ഫ്ലോപ്പായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് 2-3 പ്രശ്നമുണ്ട്. ഈ മാതാവ് ഉണ്ണീശയ്ക്ക് ജന്മം തരാൻ നേരത്ത് 2-3 മണിക്കൂർ മുമ്പായിട്ട് മുകളിലിരിക്കുന്ന മാലാകന്മാർക്കൊന്നും മുഖം കാലും കാണിക്കാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായി. അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ ആകെ ഒരു കൊളായി ഒരു ഇതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറകിൽ ഇങ്ങനെ സ്റ്റേജിന്റെ പുറത്ത് ഇങ്ങനെ ബഹളവും കരച്ചിലൊക്കെ കേൾക്കാം. ഞങ്ങൾ വികാരിച്ചനും ഞാനും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ എന്തിനാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഡയലോഗൊക്കെ പറഞ്ഞത്? ഞാനും പോയി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ നാടകം, ഞാനും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്, അവൻ്റെ ഭാഷ ഇങ്ങനെ അല്ലെങ്കിൽ ഏകദേശം ഇങ്ങനെ അവൻ പറഞ്ഞത്, ഞാനും കണ്ടതല്ലേ, നിങ്ങളൊക്കെ നോക്കി ചിരിക്കുന്ന ഞാനും കണ്ടതല്ലേ, എനിക്കെങ്ങനെ ചിരിക്കാൻ പറ്റും, എൻ്റെ പെങ്ങളല്ലേ, എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ. വികാരിച്ചൻ എന്നിട്ട് ആദ്യം മനോഹരമായ സന്ദേശമൊക്കെ തൂത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, അത് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞ സന്ദേശമൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്. ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കരുതലാണ്. നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടത് ഇത് മാത്രമാണ്, കരുതലാണ്. ഞാനും നമ്മുടെ കുട്ടികൾ വല്ലാണ്ട് സ്വാർത്ഥരായി പോകുന്നുണ്ട്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു അധ്യാപനം. വല്ലാണ്ട് സ്വാർത്ഥം. എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് പോകണം, പുറത്ത് പോകണം. ഇവിടെ എങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, എല്ലാവരും തന്നെ ഒരുത്തപ്പെട്ട കുട്ടികളൊക്കെ പുറത്ത് പോകാനുള്ള തിരക്കിലാണല്ലോ. വല്ലാണ്ട് കരുതാൻ മറന്നു പോകുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടണം ആ രീതിയിൽ വല്ലാണ്ട് സ്വാർത്ഥരായി പോകുന്നുണ്ട്. ദിനം പ്രതി 10,000 മരിച്ചു വീഴുന്നു. എന്നിട്ടും ശേഷിച്ചിരിക്കുന്നവർ ഇവിടെ എക്കാലവും ജീവിക്കുമെന്ന രീതിയിലെല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. സംസ്കൃതിൽ ഒരു ശ്ലോകമുണ്ട്, അർത്ഥം ഗൃഹേ നിവർത്തതേ ശ്മശാനേ പുത്രബന്ധവ സുഹൃതം ദുഷ്കൃതം ശൈവ ശാശ്വത മനുഷ്യതി. അർത്ഥം, സമ്പത്ത്, നിനക്കുള്ളതെല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്നു. കുഴിമാടം വരെ, ശ്മശാനം വരെ നിന്റെ പ്രിയമുള്ളവർ നിന്നെ അനുഗമിക്കും. കുഴിമാടത്തിനും അപ്പുറം എന്തെങ്കിലും നിന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നീ ചെയ്ത സുകൃതികൾ അല്ലെങ്കിൽ നീ ചെയ്ത ദുഷ്കൃതികൾ. ഞാനൊരു CMAച്ചനാണ്. നമ്മുടെ പിതാവ് ചാവറപ്പിതാവ് അദ്ദേഹത്തിന്റെ ചാവരൂരിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരിനെ നന്മ ചെയ്യാൻ പറ്റാത്തൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഒരു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ദിവസം ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയില്ലെന്നാ പറഞ്ഞു.
അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കണം, എല്ലാ കാര്യവും പഠിപ്പിക്കണം. പക്ഷെ സുഹൃത്തുക്കൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, കരുതൽ കൊണ്ട് നിറയ്ക്കാനായിട്ട് പഠിപ്പിക്കണം. ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ, ഇവിടെ കുട്ടികളുടെ മനോഹരമായ പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ നേരുകയാണ്, ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഒരു കൊച്ച് 2 പാട്ടുകൾ പാടി നിങ്ങൾ വെറുപ്പിച്ച് ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, ഞാനൊരു ചെറിയ ട്രാക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പാട്ട് നല്ല